അർമോറോയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒമേറ സാൻഷെ എന്ന പെൺകുട്ടി. ധാന്യങ്ങൾ ശേഖരിച്ച് വിൽക്കുന്ന ചെറുകിട കച്ചവടമായിരുന്നു മാതാപിതാക്കൾക്ക്. അഗ്നിപർവ്വത സ്ഫോടനം നടന്ന് അന്തരീക്ഷത്തിൽ പൊടിയും പുകയും പരന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്വാരങ്ങളിലൂടെ ഇരച്ചു വന്ന ലഹാർ അവരുടെ വീടിന് മുകളിലും പതിച്ചു. പതിനായിരക്കണക്കിന് മൃതദേഹങ്ങൾക്കും കോൺക്രീറ്റുകൾക്കും ഇടയിലൂടെ നടന്നു നീങ്ങുന്ന രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഒമേറയുടെ മുഖം പതിഞ്ഞു. അവസ്ഥ ദയനീയമായിരുന്നെങ്കിലും തന്നെ ജീവനോടെ കണ്ടെത്തിയതിൻ്റെ പ്രത്യാശ അവളുടെ നോട്ടത്തിലുണ്ടായിരുന്നു. കൈകൾ പിടിച്ചുയർത്താനാണ് രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത്. എന്നാൽ തൻ്റെ നെഞ്ചിനു താഴെയുള്ള ഭാഗം എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണെന്നും വലിക്കരുതെന്നും അവൾ അപേക്ഷിച്ചു. ഒമേറയുടെ അരക്ക് താഴെയുള്ള ഭാഗത്ത് എന്താണെന്നറിയാൻ വേണ്ടി ശ്രമിച്ച രക്ഷാപ്രവർത്തകർ കോൺക്രീറ്റ് പാളികളും ശവശരീരങ്ങളും തൊട്ടറിഞ്ഞു. അവയ്ക്കിടയിൽ ഒമേറയുടെ ശരീരഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അത് എവിടെയാണെന്ന് കണ്ടെത്താനായില്ല. പുറത്തിറക്കാൻ മറ്റ് വഴികളുണ്ടോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരമിരുട്ടി. രാത്രി കൂടുതലൊന്നും സാധ്യമല്ലാത്തതിനാൽ ജീവൻ നിലനിർത്താനായി ലഘുഭക്ഷണങ്ങളും മരുന്നും അവർ അവൾക്ക് നൽകി. രാത്രി ഉറങ്ങാതെ ഒമേറയ്ക്ക് അവർ കൂട്ടിരുന്നു. മണിക്കൂറുകൾ കഴിയുന്തോറും അവളുടെ കണ്ണിൻ്റെ നിറം കട്ട ചോര നിറമായി. മുഖത്തും കൈകളിലുമെല്ലാം നീര് വന്ന് നിറഞ്ഞു. എന്നിട്ടും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒമേറയ്ക്ക് ചുറ്റുമുള്ള വെള്ളം മോട്ടോർ അടിച്ച് കളയാനും കോൺക്രീറ്റ് പാളികൾ ഡ്രിൽ ചെയ്ത് കളയാനുമുള്ള സംവിധാനമൊരുക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി മറ്റ് സംവിധാനങ്ങളെ കൂടി അവർ ഉത്തേജിപ്പിച്ചു. ഈ സമയമെല്ലാം അവൾ പറയുന്നത് ഇങ്ങനെ: ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ ഫോട്ടോ ക്യാമറയിൽ എടുക്കണം, ഞാൻ ജയിച്ചത് എനിക്ക് കാണണം, എൻ്റെ കൂട്ടുകാർക്ക് കൂടി കാണിച്ചു കൊടുക്കണം. എന്നാൽ മണിക്കൂറുകൾ കഴിയുന്തോറും ഒമേറയുടെ അവസ്ഥ ഗുരുതരമായി. അപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ വേദനിക്കുന്നില്ല, ശരീരം തണുക്കുന്നത് പോലെ തോന്നുന്നു. ഇടയ്ക്കിടെ അവൾ മയക്കത്തിലേക്ക് പോയി. മയക്കം തെളിയുമ്പോൾ രക്ഷാപ്രവർത്തകർ അവൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ അവരോടായി പറഞ്ഞു, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അവൾ പൂർണ്ണ മയക്കത്തിലേക്ക് പോയി. അങ്ങനെ 1985 നവംബർ 16 രാവിലെ 10 മണിക്ക് ചേതനേറ്റ കുഞ്ഞു ശരീരം മാത്രം ബാക്കിയായി. ആ മുഖത്ത് ചിരിയില്ല, പ്രതീക്ഷകളില്ല, നിസ്സംഗത മാത്രം. 60 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾ വിഫലമായി. ഒമേറ യാത്രയായി. പിന്നീട് അർമോറോ ദുരന്തത്തിൻ്റെ മുഖചിത്രമായി ഒമേറ മാറി. ചിത്രമെടുത്തതിനെ വിമർശിച്ചവരോട് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറഞ്ഞു: ഒരു പെൺകുട്ടിയുടെ സഹനത്തിൻ്റെയും ജീവൻ മരണ പോരാട്ടത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ചിത്രമാണ് ഞാൻ ഈ ലോകത്തിന് മുന്നിൽ എത്തിച്ചത്. കൊളംബിയൻ സർക്കാരിൻ്റെ ജാഗ്രതക്കുറവ് നൽകിയ വില എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഫോട്ടോയ്ക്ക് കഴിയട്ടെ.